നമ്മൾ ചിക്കൻ പോപ്കോൺ ഒക്കെ കഴിക്കൂലോ ആ ഒരു ടേസ്റ്റിലാട്ടോ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ പോപ്കോൺ ഉണ്ടാക്കുന്ന അത്ര പാടൊന്നുമില്ല, വളരെ എളുപ്പം നമുക്കിത് തയ്യാറാക്കി എടുക്കാം. പുറമേ നിന്നൊക്കെ നല്ല ക്രിസ്പിയാണ്, അകത്ത് ചിക്കനൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, വളരെ ലൈറ്റ് ആട്ടോ, പോപ്കോൺ ഒക്കെ പോലെ ഒട്ടും കാണില്ല. ഒരു ലൈക്ക് അടിച്ചിട്ട് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. കഴിഞ്ഞ ദിവസം ഇറച്ചി വാങ്ങിച്ചപ്പോൾ കുറച്ച് എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാന്നോർത്ത് മാറ്റി വെച്ചതാണ്. അപ്പൊ ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം ഒരു 300 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമുക്ക് വീതി കുറഞ്ഞിട്ട് നീളത്തിലാട്ടോ ഈ പീസുകൾ വേണ്ടത്. ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. അത് വീതി കുറച്ച് പിളർത്തി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്താൽ മതി. ഇതിപ്പോ നമുക്ക് കിട്ടണ മാതിരി കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ കാണിച്ച ആ രീതിയിൽ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ചിക്കൻ പീസുകൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും അതിലേക്ക് ഫ്ലേവർ ഇറങ്ങാനൊക്കെ ഇത് സഹായിക്കും. ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ വേണമെന്നില്ല, 1/4 ടീസ്പൂൺ മതിയാവും. കുറച്ച് ഇറച്ചിയല്ലേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കുതിർത്തി വെക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ അകത്തുനിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പിന്നെ അതിൽ നല്ല ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചെറുനാരങ്ങ നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്തതാട്ടോ. ഇതിന്റെ ചെറുനാരങ്ങയുടെ സെസ്റ്റ് വേണം നമുക്ക് ഇതിനായിട്ട്. ഇതിന്റെ പുറത്തുനിന്ന് ആ വെള്ളം പോരാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന ചിക്കന്റെ അളവനുസരിച്ച് ഇൻഗ്രീഡിയൻസിലും വ്യത്യാസം വരുത്താട്ടോ. ഞാനിവിടെ കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് എല്ലാവരും കുറച്ച് എടുക്കുന്നുള്ളൂ. പൂച്ച ചിക്കൻ എടുത്ത് വെച്ചേക്കണേ കൊണ്ട് നല്ല മെനയാട്ടോ. ആ പൂച്ചക്ക് മീനിനോട് വലിയ താല്പര്യമില്ല, ചിക്കൻ ഭയങ്കര ഇതാണ്. അതും പച്ചനെ കിട്ടണം. ഇപ്പൊ ചെറുനാരങ്ങന്റെ സെസ്റ്റ് ഇത്രയും മതി കേട്ടോ. അതവിടെ മാറ്റി വെക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുനാരങ്ങയുടെ നീര് വേണം. അതിനായിട്ട് പകുതി ചെറുനാരങ്ങയുടെ നീര് ഞാൻ അവിടെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്ത തൊണ്ടുകൂടി ഞാൻ കട്ട് ചെയ്ത് ആ ചിക്കനിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇനി അവിടെ മാറ്റി വെക്കാം. നമുക്ക് മാരിനേഷന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയന്റ് ഒക്കെ സെറ്റ് ആക്കി വെക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു കുഞ്ഞ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. ചെറിയ കഷ്ണങ്ങളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് അളവില് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് 4 അല്ലി വെളുത്തുള്ളി ആട്ടോ. എല്ലാനും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. എനിക്ക് അത്രക്ക് അങ്ങ് പേസ്റ്റ് ആയിട്ടില്ല, ഇങ്ങനെ ആയാലും മതി കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വേപ്പിലയാണ്. 2 ഇതള് വേപ്പില ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഇതളാണ്. അത് എല്ലാനും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വേപ്പില അവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു മുട്ട വേണം. അത് ബൗളിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിച്ചെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ നീര്, പിന്നെ ചെറുനാരങ്ങയുടെ സെസ്റ്റ്, പിന്നെ വേപ്പില എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് വളരെ കുറച്ച് മതിയാവും, 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. ഇതിലേക്ക് മസാല ഒന്നും ഒത്തിരി വരണില്ല, പിന്നെ വേറെ ഇൻഗ്രീഡിയന്റ് ഇറച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ ഉപ്പ് ഒത്തിരി വേണ്ട, കുറച്ച് മതിയാവും കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇട്ടെടുത്തത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു. അതിനുശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടെടുത്തതാട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടെടുക്കാം. 1/2 കപ്പ് മൈദപ്പൊടിയാണ് ആദ്യം ഇട്ടെടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ 1/4 കപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഇട്ടെടുക്കുമ്പോഴാണ് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടുക. പിന്നെ മൈദപ്പൊടി ഇട്ടെടുക്കുമ്പോൾ നല്ല ഭംഗിക്ക് നമുക്ക് വറുത്ത് കോരി എടുക്കാൻ പറ്റും. പിന്നെ നല്ലൊരു ഫ്ലേവറിനും ടേസ്റ്റിനും ക്രിസ്പിനെസ്സിനും ഒക്കെ ആയിട്ട് കടലമാവും കൂടി 1 ടേബിൾ സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലൊരു ബാറ്റർ റെഡിയാക്കണം. തിക്കായിട്ടുള്ള ബാറ്റർ ആട്ടോ നമുക്ക് വേണ്ടത്. ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിക്കനിലേക്ക് ബാറ്റർ പിടിക്കില്ല. ഇതിപ്പോ തിക്നെസ് ഇച്ചിരി കൂടുതലാട്ടോ, ഇച്ചിരിയും കൂടി അയവാവണം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. ഈ ഒരു സമയം കൊണ്ട് ചിക്കൻ നല്ല സോഫ്റ്റും നന്നായിട്ട് ഫ്ലേവർ ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് നമ്മുടെ ബാറ്ററിലേക്ക് ഇട്ടെടുക്കാം. നന്നായിട്ട് വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ ഇതേപോലെ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്താൽ മതി.
ഇത് ഡയറക്റ്റ് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കനിലാണെങ്കിലും ചെറിയ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെയും പറഞ്ഞു ഉപ്പ് ശ്രദ്ധിച്ചിടാം കേട്ടോ. ഞാൻ പിന്നീട് ഉപ്പ് നോക്കിയില്ലായിരുന്നു. ഞാൻ ഏകദേശം ആ ഉപ്പ് അളവിന് തന്നെയാണ് ഇട്ടത്. അപ്പൊ നിങ്ങൾക്ക് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കനില് ബാറ്റർ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ ഓരോന്നോരോന്നെടുത്ത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണമെന്നില്ല, ഓയിലായാലും മതി. നമുക്ക് ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഓയിൽ അധികം വേണ്ടി വരും. ഓയിൽ വല്ലാതെ ചൂടായി പുകഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇടരുത് കേട്ടോ. ഒരു മീഡിയം ചൂടേ പാടുള്ളൂ. ഞാൻ ഈ ചിക്കൻ ഇടുമ്പോൾ നോക്കിക്കോ കേട്ടോ, ഓയിലൊട്ടും പുകയണില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് തിളക്കണമുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമുക്കിത് ഇട്ടുകൊടുക്കാനായിട്ട്. ഓരോ ചിക്കൻ പീസും ബാറ്ററിൽ നന്നായിട്ട് മുക്കിയിട്ട് ഓയിലിലേക്ക് ഇതേമാതിരി ഇട്ടുകൊടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് തിക്കി നിറച്ചങ്ങോട്ട് ഇടണ്ട കേട്ടോ. ഈ കോൺഫ്ലവർ ഒക്കെ ആയതുകൊണ്ട് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. എണ്ണയിൽ വിട്ട് കിടന്ന് ഫ്രൈ ആവാൻ കണക്കിനുള്ളത് ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളൂ. 1 മിനിറ്റോളം അങ്ങനെ കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്ന ശേഷം തിരിച്ചിട്ടെടുക്കാം കേട്ടോ. ഫ്ലെയിം മീഡിയം ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ, ഒരുപാട് ഫ്ലെയിം കൂട്ടിയിടരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തോണ്ടിരിക്കുക. നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കരുത്, അപ്പൊ അതിന്റെ ടേസ്റ്റ് പോവും. ഈ ഒരു പാകമായി കഴിയുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കണുണ്ടോന്ന് അറിയില്ല, നല്ല ക്രിസ്പിയാണ്, നല്ല ലൈറ്റാണ്. സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് ഇടുന്ന സമയത്തും ഓയിലിന്റെ ചൂട് ചെക്ക് ചെയ്യാം കേട്ടോ. ഒത്തിരി പുകഞ്ഞ് ചൂടായൊക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഓയിലിന്റെ ചൂടൊന്ന് ആറ്റിയ ശേഷം മാത്രം ഇട്ടെടുത്താൽ മതി. സെയിം രീതിയിൽ തന്നെ 1 മിനിറ്റിന് ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ ഇതും ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരിയെടുക്കാം. ഇതേ രീതിയിൽ കംപ്ലീറ്റ് നമുക്ക് വറുത്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാമെന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, നല്ല വെളുത്ത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അകത്തിരിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല ക്രിസ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. കുറച്ച് ഇറച്ചി ഉണ്ടെങ്കിലും നമുക്ക് ഒത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ തീർന്നും പോകും കേട്ടോ. പാത്രം കാലിയാവണം അറിയില്ല. അപ്പൊ ഞാൻ ഇത്രയും നല്ല റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്തതല്ലേ, ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ.